ഞാൻ ബ്രേക്കിംഗ് ബാഡ് ഒരു 3 എപ്പിസോഡിനപ്പുറത്തേക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു സ്ലോ പേസ് പരിപാടി എനിക്കതൊരു ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് വലിയൊരു അട്രാക്ഷനും തോന്നിയിട്ടില്ല അതിനോട്. ബെറ്റർ കോൾ സോളിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഒരു 3 എപ്പിസോഡിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. ഞാനിത് എന്തിനാണിത് ആദ്യമേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് അതിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ഈ 2 സീരീസുകളുടെയും സ്രഷ്ടാവായ വിൻസ് ഗില്ലിഗൻ ഒരു പുതിയ വെബ് സീരീസ് ചെയ്തു ആപ്പിൾ ടിവിയിൽ. പ്ലൂരിവേഴ്സ് എന്നാണ് പേര്. അതിൻ്റെ 9 എപ്പിസോഡും ആ സീസണിലെ 9 എപ്പിസോഡും ഞാൻ കണ്ടു തീർത്തു എന്ന് വെറുതെ പറയേണ്ടതല്ല. ഇറങ്ങിയ 1-ാമത്തെ എപ്പിസോഡ് മുതൽ അവസാനത്തെ 9-ാമത്തെ എപ്പിസോഡ് വരെ ഓരോ ആഴ്ചയും കാത്തിരുന്ന് ഞാൻ കണ്ടു തീർത്തു. അതിനുള്ള ഏറ്റവും വലിയ കാരണം അതിൻ്റെ 1-ാമത്തെ എപ്പിസോഡാണ്. ശരിക്കും പ്ലൂരിബസ് എന്നൊരു വെബ് സീരീസ് വരുമെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററോ ട്രെയിലറോ ഒന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ലെങ്കിൽ അതിനെപ്പറ്റി കഥയോ എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാമെന്ന് കരുതി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീക്വൻസ് തന്നെ ഞാൻ ഹുക്കായി. അവിടുന്ന് അങ്ങോട്ട് ശരിക്കും കാത്തിരുന്ന് ഞാൻ 9 എപ്പിസോഡ് കണ്ടു തീർത്തപ്പോൾ 2025 ഏറ്റവും മികച്ച വെബ് സീരീസ് ഒന്നാണ് ഞാൻ കണ്ടു തീർത്തത്. കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് പ്ലൂരിബസ്. കഥ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയിൽ നടക്കുന്ന ഒരു ഏലിയൻ ഇൻവേഷനെതിരെ ഒരു എഴുത്തുകാരിയായ മിഡിൽ ഏജ്ഡ് വുമൺ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. ഏതാണ്ട് ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞു തീർക്കാം. ഈ ഏലിയൻ ഇൻവേഷൻ എന്ന് കേൾക്കുമ്പോൾ സൈഫൈ സൂപ്പർ നാച്ചുറൽ പരിപാടി ഒന്നുമല്ല, ഒരു സ്ലോ ബേണിംഗ് ത്രില്ലറായ പക്ക ഡ്രമാറ്റിക്കായ ഒരു കിടിലൻ വെബ് സീരീസ് അങ്ങനെ തന്നെ പറയണം. ഇതിനേക്കാളും കൂടുതൽ ഞാൻ അധികമൊന്നും പറയുന്നില്ല. കാരണം ഇതിൻ്റെ ട്രെയിലറോ ടീസറോ ഒന്നും കാണാതെ ഈ വെബ് സീരീസ് കാണുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എടുത്തു പറയേണ്ട കാര്യം, ഒരു കഥ നമ്മളത് ഡ്രാമയോ അല്ലെങ്കിൽ സ്ലോ പേസ് ത്രില്ലറൊക്കെ ആകുമ്പോഴും വിഷ്വലി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അത് പലരും ചെയ്യാതെ പോയ കാര്യമാണ്. സംസാരങ്ങളുടെ മാത്രം കഥകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടെ വിഷ്വലി അത് ഓരോ ഫ്രെയിമും നമ്മൾ പോസ്റ്റ് കാർഡ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിൽ കിട്ടിലൻ വിഷ്വൽ ഫ്രെയിംസാണ് തന്നിട്ടുള്ളത്. അതിലൂടെ തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരങ്ങൾ, ഇപ്പം ദേഷ്യം, പ്രേമം, കാമം, നിരാശ, വിശപ്പ്, ഒറ്റപ്പെടൽ, ഗിൽറ്റ്, ഇതെല്ലാം ഒരു ഏലിയൻ ഇൻവേഷൻ സ്റ്റോറിയിൽ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റിൽ അവയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാം, എവിടെയൊക്കെ നമുക്ക് ഒരു ഇമോഷണലി ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പ്ലൂരിബസിൽ. ഇതിലെ പ്രധാന കഥാപാത്രമായി, അതായത് കാരോൾ സ്റ്റർക്കെ അഭിനയിച്ച റിയ സീഹോൺ, പിന്നെ ഫാൻ ഫേവറേറ്റായ കഥാപാത്രം സോഷ്യ അവതരിപ്പിച്ച കാത്ലീൻ വിട്ര, ഈ 2 നടിമാരുടെ പെർഫോമൻസാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവരിലൂടെയാണ് കഥ മുഴുവൻ പോകുന്നത്. 5-ാമത്തെ എപ്പിസോഡൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന ഭയങ്കര പിവോട്ടലായിട്ട് എപ്പിസോഡാണ്. 9-ാമത്തെ എപ്പിസോഡ് എത്തുമ്പോഴത്തേക്ക് അത് വലിയൊരു സ്റ്റേക്സിലേക്ക് എത്തുന്നുണ്ട് പരിപാടിയൊക്കെ. കാണുക, വേറൊന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് മുമ്പ് പറഞ്ഞതുപോലെ ട്രെയിലറോ ടീസറോ ഒന്നും കാണാതെ ജസ്റ്റ് പ്ലൂരിബസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നൊരു അസാധ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ. ഒരു വിഷ്വൽ എന്താ പറയുക, ഒരു എക്സ്ട്രാവൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗംഭീര സാധനമാണ് കിട്ടാൻ പോവുക. പ്ലൂരിബസ് ഇപ്പോൾ ആപ്പിൾ ടിവിയിൽ 9 എപ്പിസോഡും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സീസൺ ഓൾറെഡി ആപ്പിൾ ഗ്രീൻ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് വേഗം കാണുക.